ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖം തന്നെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ഒന്നര ആഴ്ച ഞങ്ങൾ ആലപ്പുഴ കൃപാസനം എന്ന് പറഞ്ഞ പള്ളിയുണ്ട് മാതാവിൻ്റെ, അവിടെ പോയി ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങൾക്ക് കുറേ അനുഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി പോകുമ്പോഴേ. കാരണം ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് റൂട്ടറില്ല. ഗൂഗിൾ മാപ്പ് അടിച്ചപ്പോൾ അതെല്ലാം തെറ്റ് കാണിക്കുന്നു. അവസാനം നോക്കിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച ദൈവമേ എന്തായിരുന്നു ഇപ്പോൾ ഒരു ബസ്സിൻ്റെ പുറകെ മാതാവിൻ്റെ രൂപം, ഈ കൃപാസനത്തിൻ്റെ അവിടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപം കണ്ടു. അതിനെ ഫോളോ ചെയ്ത് ഞങ്ങൾ കറക്റ്റാ പള്ളിയുടെ ചെന്ന് ചേർന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ച എല്ലാ കാര്യങ്ങളും അവിടെ പോയി. പള്ളി ഭയങ്കര റഷായിരുന്നു. വെച്ചാൽ ഇത്രയും വിശ്വാസികൾ ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ അപ്പം നമുക്ക് അവിടെ താമസിക്കണം. രാത്രി താമസിച്ചാലേ നമുക്ക് പിറ്റേന്ന് നമുക്ക് ഉടമ്പടി എടുക്കാൻ പറ്റൂ. അങ്ങനെ അപ്പം വീട് ഒരിടത്ത് പോയപ്പോൾ അവിടെ ശരിയായില്ല, അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ ഇപ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പം കാണാം 5 നിമിഷത്തിൽ അവിടെ ഒരു കടക്കാരൻ ഞങ്ങൾക്കടുത്ത് പറഞ്ഞ്, അവിടെ ഒരു മിലിറ്ററി ഓഫീസറാണ് പുള്ളി, ഞങ്ങൾക്ക് വന്നു ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളുടെ വണ്ടി അവിടെ കൊണ്ടിട്ട് നല്ലൊരു വീട് ഞങ്ങൾക്ക് കിട്ടി മാതാവിൻ്റെ കൃപയാൽ. നല്ലൊരു വീടെന്ന് പറഞ്ഞാൽ അടിപൊളി വീട്, 4 ബെഡ്റൂമും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി. കുറച്ച് ചാർജ് അന്ന് വെച്ചാൽ 600 റുപ്പീസിന് കിട്ടി, അവിടെ കിട്ടൂല. അങ്ങനെ എല്ലാ മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അവിടുന്ന് വീണ്ടും ഞങ്ങൾ കൃപാസന പള്ളിയിൽ കയറി. വെളുപ്പിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് പോയി ഞങ്ങൾ ക്യൂ നിൽക്കണം. ക്യൂ നിന്ന് ഞങ്ങൾക്ക് ടോക്കൺ വന്ന് 67, 68 കിട്ടിയത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി ഞങ്ങൾ അവിടെ പോയി ഇരിക്കണമെന്ന് പറഞ്ഞ് ഇരുന്നു. പിന്നെ ഉടമ്പടി എടുത്തു. ഉടമ്പടി ക്ലാസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ലൈവായിട്ട് TV യിലാണ് വരുന്നത്. TV യിൽ വന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയും. 2 മണിക്കൂറുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും താഴോട്ട് പോകാൻ പറഞ്ഞു. താഴെ വന്ന് ഇവർ പേപ്പറൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു സ്ലിപ്പ് വന്ന് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, ആ ബോക്സിൽ ഇട്ട് വെച്ചു. അവിടുന്ന് ഞങ്ങൾ നേരെ വന്ന് ഞങ്ങൾക്ക് തേന്, ഉപ്പ്, പിന്നെ കാശിമേല, കാശിരൂപം ഇതെല്ലാം കിട്ടി. അവിടുന്ന് ഞങ്ങൾ അതെല്ലാം മേടിച്ചുകൊണ്ട് വെളിയിൽ പോയിട്ട് ഭക്ഷണം നോക്കിയാൽ ഭക്ഷണം എല്ലാം കാലി, ഹോട്ടൽ ഒന്നുമില്ല. അവസാനം ഞങ്ങൾ എന്തോ കഴിച്ചു. പിന്നെ ഇടിയപ്പം എന്തോ കിട്ടിയെന്ന് തോന്നുന്നു, അതായിരുന്നു ലാസ്റ്റ്. അതും കാലി അവിടെ. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് അവിടുന്ന് ഞങ്ങൾ വിട്ടു. നേരെ ഇളമണ്ണൂർ പോയി. ഇളമണ്ണൂർ എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ ആങ്ങളയുടെ വീടാണ് ഇളമണ്ണൂർ. അവിടെ പോയി ഒരു ദിവസം ഞങ്ങൾ ഇരുന്ന് പിറ്റേന്ന് അവരിങ്ങോട്ട് ബാംഗ്ലൂരിൽ നിന്ന്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഭയങ്കര അനുഭവം ഉണ്ടായി. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ എവിടുന്ന മഴ ഒന്നും അറിയില്ല. അങ്ങോട്ടൊന്നുമില്ല. ആ സെൻട്രലിൽ ഒരു മഴ, കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര മഴ. അവിടെ ഞങ്ങൾ വണ്ടി ഒതുക്കി, കാരണം ഓട്ടാൻ പറ്റുന്നില്ല വണ്ടി, ഇത്ര കാറ്റും മഴയായിരുന്നു. സൈഡ് ഒതുക്കിയിട്ടു. മാതാവേ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നിമിഷ നേരത്തിന് മഴയില്ലാതായി. അതെല്ലാം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അനുഭവപ്പെടുമ്പോൾ മാത്രമേ അത് മനസ്സിലാവൂ. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം. ഇവിടെ വീട്ടിൽ വന്നു. ഞങ്ങൾ വെളിയിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചാൽ രാത്രി ഒന്നും വയ്ക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വന്ന് കയറി വീട്ടിൽ വന്നു. ഭക്ഷണം വെളിയിൽ നിന്നെല്ലാം വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഈ പിന്നെ വെളുപ്പിലെ 5:30 മണിക്ക് കത്തിക്കുന്ന ക്യാൻഡിലായത്, ബ്ലൂ ക്യാൻഡിൽ. പിന്നെ വൈകുന്നേരം സായന പ്രാർത്ഥന എന്ന് പറയുന്ന പച്ച ക്യാൻഡിൽ, ഇത് കാണിക്കും. ഇത് കാണിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപവും കിട്ടി. ഇതാണ് ഇത് മാതാവിൻ്റെ രൂപമാണ്, പ്രത്യക്ഷപ്പെട്ട മാതാവാണ് ഇത് അവിടെ കൃപാസനത്തിൽ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞു ഉറങ്ങി. പിറ്റേന്ന് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അളിയൻ്റെ മോന്, അതായത് കൂടെ വന്ന പുള്ളിക്കാരൻ എൻ്റെ അടുത്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര മല്ലികപ്പൂവിൻ്റെ മണം വരുന്നു. ഞാനിങ്ങനെ ചുറ്റും നോക്കി, ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര മണം. അപ്പോൾ പയ്യനും പറഞ്ഞു, ഞങ്ങളെ ഇങ്ങനെ മണം സ്മെല്ല് വരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഒരു 3 to 4 മിനിറ്റ്സ് നിന്ന് പിന്നെ അത് മാഞ്ഞു പോയി, പിന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. രണ്ടാമത്തെ ഇനി ഒരു ദിവസം വന്നിട്ട് വീണ്ടും അതേ സ്മെല്ല് എനിക്കുണ്ടായി. ഞാൻ എഴുന്നേറ്റ് അവിടെ കിടക്കുമായിരുന്നു. ഉച്ച സമയത്ത് എഴുന്നേറ്റ് കുത്തിയെന്ന് മാതാവേന്ന് വിളിച്ച് കുറച്ചു നേരം. ആ സമയത്ത് ആ മണം നിന്നു. അങ്ങനെ 3 പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായി. അപ്പം ഇതെല്ലാം അതായത് നേര് പറയാണ്, ആരും ഞാൻ കള്ളം പറയുകയെല്ലാം നടന്ന സംഭവമാണ് ഈ പറഞ്ഞത്. അപ്പം ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് ഉടമ്പടി ഉണ്ട്. 3 മാസം കഴിഞ്ഞ് ഞാൻ പോകും തിരിച്ച്. അങ്ങനെ ഇരിക്കുകയാണ്. പേപ്പറുകളൊക്കെ സപ്ലൈ ചെയ്യണം.
പിന്നെ കുറേ കാരുണ്യ പ്രവർത്തിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാവങ്ങളെ പോയിട്ട് അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക, പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണുക, ഇതൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. ഈ മഴയും ഇവിടുത്തെ ക്ലൈമറ്റും കൊണ്ട് ഞങ്ങൾ പോയില്ല. ഇപ്പം നമുക്ക് കോൾഡും പിടിച്ചു, വെയ്യ, എന്നാലും ഞാൻ പോയി ഇതെല്ലാം ചെയ്യും. കാരണം പ്രവർത്തിച്ച് ചെയ്യും. അങ്ങനെ ഇത്രയൊക്കെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുക. നിങ്ങൾ മാതാവിനെ വിശ്വസിക്കുക. ഒരു കാര്യം പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെക്കാട്ടി ഹിന്ദുക്കളാണ് കൂടുതലും വിശ്വാസം അവിടെ വരുന്നത്. സാക്ഷികൾ പറയുന്ന അവരാണ് അവിടെ. അവർക്ക് പല അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ക്യാൻസർ രോഗം മാറുന്നുണ്ട്, കിഡ്നി പ്രശ്നം മാറുന്നു, കുടലിന്റെ സംബന്ധം, ഒരുപാട് അനുഭവങ്ങൾ. ഓരോ നാടുകളിലേക്ക് പോകാൻ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വിസ IELTS പാസ്സാവുന്ന, അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ. നിങ്ങൾ ആ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിറയെ അനുഭവങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതുപോലെ ബേക്നഗർ പള്ളി ഇപ്പോൾ വലിയൊരു ഫാമിലി ഞങ്ങൾ കണ്ടു. അവർ ഇതുപോലെ ഞങ്ങൾക്ക് പറഞ്ഞു വളരെ വിശ്വാസമുള്ളൊരു പള്ളിയാണെന്ന് പറഞ്ഞിട്ട് ബാസൻ എന്ന് പറയുന്നത്. മാതാവ് നാച്ചുറലായി പ്രത്യക്ഷപ്പെട്ടതാണ്. അവിടെ ജോസഫ് അച്ഛൻ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. ആ പുള്ളിക്കാരനാണ് ഇതിന്റെ ഫുള്ള് ഇടപാട്. അതെന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പൊ അദ്ദേഹത്തിന് ഈ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. പുറമോട്ട് നോക്കിയപ്പോൾ മാതാവാണ്. അങ്ങനെയാണ് ആ രൂപം അവിടെ സ്ഥാപിച്ചത്. പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എല്ലാവരും അങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാം സത്യം ദൈവത്തിനും മാതാവിനും മാത്രം അറിയാം അവിടെ നടന്ന സംഭവം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എല്ലാവരും കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇത് വളരെ അത്ഭുതമായ ഒരു പള്ളിയാണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നോ അല്ലെ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് മാതാവ് നിങ്ങൾക്ക് നടത്തി തരും. കല്യാണമായാലും ശരി, പിന്നെ ജോലിയായാലും ശരി, IELTS അങ്ങനെ എക്സാം എഴുതാനോ എവിടെയെങ്കിലും പോകണമെങ്കിലോ നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോഴോ എല്ലാത്തിനും മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് കണിശമാണ്, യാതൊരു സംശയമില്ല. ഇത് ഞാൻ ഇത് കളിവാക്കല്ല, ഞാൻ നേര് പറയുകയാണ്. നിങ്ങൾ പോയി അനുഭവപ്പെട്ടെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയാം, അങ്ങനെ അല്ല, അവിടെ നടന്ന സംഭവമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും കാണുക, പോവുക, പ്രാർത്ഥിക്കുക. മാതാവിന്റെ മുമ്പിൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ അസുഖങ്ങളും മാറും, എല്ലാ കാര്യങ്ങളും നിറവേറ്റും. സോ എല്ലാവരും ഇത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. മാതാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.